وثمود الذين جابوا الصخر بالواد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ ഫജ്ർ 9-ാമത്തെ സൂക്തം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസമൂദല്ലദീന ജാബുസ്സഖ്റ ബിൽവാദ്. താഴ്വരയിൽ പാറ തുരന്ന് വീടുകളുണ്ടാക്കിയ സമൂദ് ഗോത്രത്തെയും സമൂദ് ഗോത്രത്തെയും അല്ലദീന ജാബു തുരന്നവരാണവർ, അസ്വഖ്റ പാറ, ബിൽവാദ് താഴ്വരയിൽ. ജാബ പാറ തുരന്നു, നാട് മുറിച്ചു കടന്നു, വസ്ത്രം മുറിച്ചു, കുപ്പായത്തിന് കീശ വെച്ചു. സഹ്ർ പാറക്കല്ല്, ഉറപ്പുള്ള വലിയ കല്ല്. വാദിൻ ബഹുവചനം ഔദിയത്ത്. താഴ്വര, നദീതടം, വഴി, നിരത്ത്, മരുപ്പച്ച. അലം തര കൈഫ ഫഅല റബ്ബുക ബിആദ്. ആദ് ഗോത്രത്തോട് താങ്കളുടെ റബ്ബ് എന്താണ് ചെയ്തത് എന്ന് താങ്കൾ കണ്ടില്ലേ എന്നാണല്ലോ ചോദിച്ചത്. അതേ ചോദ്യത്തിൻ്റെ ബാക്കിയാണ് ഇത്. സമൂദിനോടും എന്താണ് താങ്കളുടെ റബ്ബ് ചെയ്തത് എന്ന് താങ്കൾ കണ്ടുവോ? സമൂദ് ഗോത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, സവിശേഷതയാണ് പിന്നീട് പറയുന്നത്. അല്ലദീന ജാബു സൊഹ്റ ബിൽവാദ്. താഴ്വരയിൽ പാറ തുറന്ന് വീടുകൾ ഉണ്ടാക്കിയവരാണവർ. താഴ്വര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാദിൽ ഖുറ പ്രദേശമാണെന്നും ആ പ്രദേശത്തെ ഒരു ഭാഗമായ ഹിജ്റിലാണ് മഹാനായ സ്വാലിഹ് അലൈഹിസ്സലാം നിയോഗിക്കപ്പെട്ട സമൂദ് ഗോത്രം നിവസിച്ചിരുന്നത് എന്നും പറയപ്പെടുന്നു. ഗ്രീക്ക്, റോമ പുരാതന ചരിത്രങ്ങളിൽ, പ്രാചീന അസീറിയൻ ലിഖിതങ്ങളിൽ, ഇസ്ലാമിന് മുമ്പുള്ള അറബികളുടെ കവിതകളിൽ എല്ലാം പരാമർശിക്കപ്പെട്ട പുരാതന അറബി ഗോത്രമാണ് സമൂദ് എന്നത്. സമൂദ് ഒരു വ്യക്തിയുടെ പേരാണ്. ആ വ്യക്തിയുടെ പേരിൽ പിന്നീട് ഗോത്രം അറിയപ്പെടുകയാണ് ഉണ്ടായത്. നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ പുത്രൻ, സാമിൻ്റെ പുത്രൻ, ഇറമിൻ്റെ പുത്രൻ, ആമിറിൻ്റെ മകനാണ് സമൂദ് എന്നാണ് ഒരു അഭിപ്രായം. ഇറമിൻ്റെ പുത്രനായ ഔസിൻ്റെ മകൻ ആദിൻ്റെ പുത്രനാണ് സമൂദ് എന്നും അഭിപ്രായമുണ്ട്. സമൂദിൻ്റെ 6-ാം തലമുറയിൽപ്പെട്ട ഉബൈദിന് ഉണ്ടായ മകനാണ് സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം അഥവാ സമൂദ് ഗോത്രത്തിലേക്ക് അയക്കപ്പെട്ട പ്രവാചകൻ എന്ന് ഇമാം ബഗവി റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട്. അറേബ്യയുടെ വടക്ക് പടിഞ്ഞാറുള്ള വാദിൽ ഖുറയിൽപ്പെട്ട ഹിജ്ർ എന്ന പ്രദേശത്താണ് സമൂദ് ഗോത്രം താമസിച്ചിരുന്നത്. ആ പ്രദേശം ഇന്ന് മദാഇൻ സ്വാലിഹ് എന്നാണ് അറിയപ്പെടുന്നത്. പണ്ടുകാലത്ത് ഹിജാസിലെ കച്ചവട സംഘം അവരുടെ കച്ചവട വഴിയായി ഉപയോഗിച്ചിരുന്ന പ്രദേശമാണ് അൽ ഹിജ്ർ. അവിടെ താമസിച്ചിരുന്ന ഈ സമൂദ് ഗോത്രം കൈക്കരുത്തിലും നാഗരിക പുരോഗതിയിലും സാമ്പത്തിക രംഗത്തുമെല്ലാം ഏറെ ഉയർന്നവരായിരുന്നു. കാർഷിക വിളകളാലും കാലി സമ്പത്താലും സമൂദ് സമൃദ്ധമായി. ജനങ്ങൾ അങ്ങേയറ്റം ശക്തരും നിർമ്മാണ മേഖലയിൽ വളരെ വൈഭവം ഉള്ളവരുമായിരുന്നു. അവരിലെ ശക്തർ അശക്തരെ അടിച്ചമർത്തി. സമൂദ് ഗോത്രം സമീപ പ്രദേശങ്ങളിലുള്ള ദുർബലമായ ഗോത്രങ്ങളെയെല്ലാം അടക്കി ഭരിച്ചിരുന്നു. സമൂദ് ഗോത്രം വരേണ്യരെന്നും അടിച്ചമർത്തപ്പെട്ടവരെന്നും രണ്ടായി വിഭജിക്കപ്പെട്ടു. അവരുടെ കൈക്കരുത്തും കായബലവും അവർ ഉപയോഗിച്ചത് ഭവന നിർമ്മാണ രംഗത്തെ പുതിയൊരു രീതി കണ്ടെത്തിക്കൊണ്ടായിരുന്നു. അഥവാ ചരിത്രത്തിൽ ആദ്യമായി പാറ തുറന്ന് വീടുണ്ടാക്കുക എന്ന രീതി ആരംഭിച്ചത് സമൂദ് ഗോത്രമാണ്. വലിയ വലിയ പാറകൾ തുറന്ന് അതിനകത്തേക്ക് വീടുണ്ടാക്കുക. ദൂരെ നിന്നും നോക്കിയാൽ പുറമേക്കതൊരു പാറയായേ തോന്നുകയുള്ളൂ. അടുത്തേക്ക് പോയാൽ അത് വളരെ വലിയൊരു വീടാണ്. എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ വീടാണ്. കെട്ടിപ്പൊക്കിയ വീടല്ല, പാറ തുറന്ന് അതിനകത്ത് റൂമുകളും മറ്റു സംവിധാനങ്ങളും സജ്ജീകരിച്ച വീടാണ്. മലകൾ തുറന്ന് കുളങ്ങൾ വരെ അവരുണ്ടാക്കുകയുണ്ടായി. 1700 നഗരങ്ങൾ കല്ലുപയോഗിച്ച് അവരുണ്ടാക്കി എന്ന് ചില ചരിത്രരേഖകളിൽ കാണാം. സമൂദ് ഗോത്രത്തിലേക്ക് അള്ളാഹു നിയോഗിച്ച പ്രവാചകനായ മഹാനായ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച്, അദ്ദേഹത്തിലൂടെ അവർക്ക് അള്ളാഹു നൽകിയ ദൃഷ്ടാന്തത്തെക്കുറിച്ച്, അവർ എவ்விധമാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയമായത് എന്നതിനെക്കുറിച്ച് ഇൻഷാ അള്ളാഹ് ഈ ആയത്തിൻ്റെ 2-ാം ഭാഗത്തിൽ അടുത്ത ദിവസം കേൾക്കാം. ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ 4 അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക. ഫ ഫ ഖ ഖ ذال ذال صاد صاد. وثمود الذين جابوا الصخر بالواد. وثمود الذين جابوا الصخر بالواد. സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ
നമ്മയെല്ലാം ഉൾപ്പെടുത്തി നമ്മോട് കരുണ ചൊരിയും.